ഹാർബറിൽ പുനർഗേഹം പദ്ധതി വഴി നിർമ്മിച്ച മത്സ്യത്തൊഴിലാളി ഫ്ളാറ്റിലെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നടത്തിപ്പ് നഗരസഭയ്ക്ക് കൈമാറണമെന്ന ആവശ്യം ശക്തമാകുന്നു. പൊന്നാനി നഗരസഭയിലെ LDF കൗൺസിലർമാർ ഫിഷറീസ് ഓഫീസിന് മുന്നിൽ ഇതു സംബന്ധിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി. ഫിഷറീസ് വകുപ്പിന് കീഴിലാണ് ഫ്ളാറ്റും അതിനോട് ചേർന്നുള്ള സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റും. ഇവയുടെ നടത്തിപ്പും പരിപാലനവും ഏറ്റെടുക്കുവാൻ തയ്യാറാണെന്നും പ്ലാന്റ് ഫിഷറീസിൽ നിന്ന് വിട്ടുനൽകണമെന്നും ആവശ്യപ്പെട്ട് നഗരസഭ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. കാര്യക്ഷമമായ ഇടപെടൽ ഇല്ലാത്തതിനാൽ പ്ലാന്റിന്റെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നില്ല. നഗരസഭയ്ക്ക് വിട്ടുനൽകിയാൽ താമസക്കാരുടെ പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കാണാനും ശുചിത്വത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും കാര്യക്ഷമമായി ഇടപെടാനും കഴിയുമെന്ന് LDF അംഗങ്ങൾ പറഞ്ഞു. സർക്കാർ അനുകൂല തീരുമാനം കൈക്കൊള്ളാത്ത പക്ഷം ഫ്ളാറ്റിൽ ആർക്കും താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടാവുമെന്നും അതിന് ഉത്തരവാദി സർക്കാരായിരിക്കുമെന്നും LDF അംഗങ്ങൾ പറഞ്ഞു. അങ്ങനെ അല്ല, അത് ഈ പാല് പോലത്തെ സാധനങ്ങളൊക്കെ പൊട്ടിക്കളയും ഇങ്ങനെ ഇടയ്ക്കിടക്കുണ്ടാവും. അത് ക്ലിയർ ചെയ്യാൻ അത് ഏറ്റെടുത്ത് നടത്തുന്ന ആളുകൾക്ക് ചെയ്യാവുന്നതുള്ളൂ. അല്ല, ജീവനക്കാരല്ല, ആ കരാർ എടുത്തിട്ടുള്ളതാണ് അവരാണ് ചെയ്യേണ്ടത്. ഇപ്പൊ അവരെ കാലയളവ് കഴിയുന്നു. എന്നാൽ ഫിഷറീസ് ആണെങ്കിൽ ഫിഷറീസും ചെയ്യുന്നില്ല, നഗരസഭയ്ക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. അപ്പൊ ഇത് എന്താണ് നിലവിൽ ഈ ഫയൽ നീങ്ങാത്തതെന്നാണ് ആദ്യം ചോദിക്കാനുള്ളത്. എന്താണ് ഇതിന്റെ തടസ്സം? നഗരസഭ കത്ത് കൊടുത്തിട്ടാണ്, നഗരസഭ ചോദിച്ചു കൊടുത്തതാണ്. കാരണം ഞങ്ങൾക്ക് അറിയാതെ പ്രശ്നമായിരുന്നു, ഫിഷറീസിന് എല്ലാ കാലവും കൊണ്ടുപോകാൻ കഴിയില്ല. നഗരസഭ സ്വയം സന്നദ്ധമായി ഞങ്ങൾ നടത്തിക്കോളാം, ഞങ്ങൾ കത്തയച്ചു. അതിന്റെ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും എന്തൊക്കെ ശരിയാക്കി. ഇപ്പൊ LSTB അഡീഷണൽ സെക്രട്ടറി പ്രീത മാഡത്തിന്റെ മേശപ്പുറത്ത് ഫയലിരിക്കുകയാണ്. ഏതോ ബാഹ്യശക്തിയുടെ ഇടപെടലാണ് നീങ്ങാത്തതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇവിടെ വിഷയം ഉണ്ടാവണം. നഗരസഭയുടെ ഇപ്പൊ അത് വിഷയം ഉണ്ടായിട്ട് അവിടുത്തെ പാവപ്പെട്ട ആളുകൾ 50 രൂപ പിരിക്കലാണ് ഒരു പരിഹരിക്കാൻ ചെയ്യുന്നത്. അതൊന്നും ശരിയായിട്ടില്ല. ഇപ്പോഴും തയ്യാറാണ്. നഗരസഭ ഇപ്പോഴും കത്തയച്ചു. ചെയർപേഴ്സൺ ബന്ധപ്പെട്ടു. ഈ പറയുന്ന സെക്ഷനിലൊക്കെ ബന്ധപ്പെട്ടൊക്കെ ശരിയാക്കാം എന്നല്ലാതെ അതിന് പോസിറ്റീവായി റിസൾട്ട് വരുന്നില്ല. ഇതിപ്പോ ആരെങ്കിലും ഇടപെട്ട് ഒരുപക്ഷെ ശരിയാകും. അവിടുത്തെ ആളുകളിൽ നിന്നും ഇങ്ങനെ ഈ പണം പിരിച്ചിട്ട് ശരിയാക്കാൻ ഇപ്പൊ ലക്ഷങ്ങളാണ് ഞങ്ങളുടെ പരിപാലനം നടക്കും. അതിന്റെ പരിപാലനം അതിന്റെ മുഴുവൻ സാങ്കേതിക ഞങ്ങൾ നടത്തിക്കോളാം. അത് വിശ്വസിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് നഗരസഭയ്ക്ക് ആ പ്രദേശത്തെ ആളുകളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യമുണ്ട്. നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷരായ TK മഷൂദ്, ഷനൽകുമാർ, P ഹസീന, കൗൺസിലർമാരായ AP ശാന്ത, പ്രണാബ്, ഷെഫീഖ്, BV മോൾ, റാഷിദ, ബെൻസീറ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കാളികളായി.